welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചക്കപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചക്കപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 4 അച്ച് ശർക്കര ഇട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇതിനെ മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇവിടെ മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മിക്സിംഗ് ജാർ എടുത്ത് ഇതിലേക്ക് 2 കപ്പ് പച്ചരി കുതിർത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, നേരത്തെ മെൽറ്റാക്കിയ ശർക്കരയിൽ നിന്ന് കാപ്പാകം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ചക്കച്ചോളം ഇട്ട് ഇതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കയുടെ മിക്സ്ചർ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ സെയിം പ്രോസസ്സ് ഞാൻ 3 തവണ കൂടി ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ക്യൂബ്സായി മുറിച്ച് തേങ്ങയിട്ട് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു അപ്പച്ചപ്പലെടുത്ത് ഇതിലേക്ക് 2 തവി നമ്മൾ ഉണ്ടാക്കിയ ചക്കയുടെ മിക്സ്ചർ ഒഴിച്ച് ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീമറിൽ വെച്ച് കുക്ക് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ നേരത്തെ സ്റ്റീമറിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ അപ്പം ഓരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ കുക്കായിട്ടുണ്ട്. എല്ലയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നിങ്ങളെടുത്ത് അപ്പച്ചപ്പല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഇതുപോലെ എല്ലായിടത്തുമായി ഗ്രീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഓരോ തവയായി നമ്മൾ ചക്കയുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ മൂടി കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കപ്പം നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി തന്നെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.